ഹലോ എവരി വൺ. ഇന്ന് ജനുവരി 22, 2025 ജെഇ മെയിൻ ഈ ജനുവരി സെഷനിലെ ഫസ്റ്റ് ഡേ അതിലെ ഷിഫ്റ്റ് 1 ഷിഫ്റ്റ് 2 കഴിഞ്ഞു. ഷിഫ്റ്റ് 1ൽ നിന്നുള്ള കുട്ടികളുടെ ഫീഡ്ബാക്ക് അനുസരിച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ വർഷം ജനുവരി 27 ഷിഫ്റ്റ് 1 ആയിരുന്നു ആ ജനുവരി സെഷനിൽ ഏറ്റവും എളുപ്പമുള്ള ഷിഫ്റ്റ്. അതേപോലെ തന്നെ ഇപ്രാവശ്യം ഈ ഫസ്റ്റ് ഷിഫ്റ്റ്, അതായത് 22 മോർണിംഗ് ഷിഫ്റ്റിൽ നിന്നുള്ള നമുക്ക് കുട്ടികളിൽ നിന്നുള്ള കിട്ടുന്ന ഫീഡ്ബാക്ക് മെമ്മറി ബേസ്ഡ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, കെമിസ്ട്രിയിലുള്ള ക്വസ്റ്റ്യൻസ് വളരെ ഈസി ആയിരുന്നു. ഫിസിക്സ് ഞാൻ പല ക്വസ്റ്റ്യൻസും കുട്ടികൾ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കുന്നത് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഫിസിക്സിൽ ഉണ്ടായിരുന്നത്. മാത്തമാറ്റിക്സിൽ കുറച്ച് ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കുറച്ചധികം ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും എന്നാലും ഒരുപാട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് മാത്തമാറ്റിക്സിൽ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. അതിന്റെ അർത്ഥം കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഫസ്റ്റ് ഷിഫ്റ്റില് അഥവാ ഈസി ഷിഫ്റ്റ് ആയതുകൊണ്ട് ഇതിൽ നമ്മൾ 99% അല്ലെങ്കിൽ 95% വേണ്ട നിങ്ങളുടെ മാർക്ക് സാധാരണത്തിനേക്കാളും ഇൻക്രീസ് ചെയ്യാൻ നല്ല സാധ്യത ഉണ്ട്. മാത്തമാറ്റിക്സിൽ നന്നായിട്ട് സ്കോർ ചെയ്ത കുട്ടികൾക്ക് മാത്രമേ നല്ല പെർസെൻറ്റേജിലേക്ക് എത്താൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഷിഫ്റ്റുകളിലും എക്സാം നന്നായിട്ട് ടഫ് ആവും. സോ മാത്തമാറ്റിക്സ് പ്രിപ്പയർ ചെയ്യാത്ത ആൾക്കാർ നിർബന്ധമായിട്ടും മാത്തമാറ്റിക്സിൽ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് എങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകണം. മാത്തമാറ്റിക്സ് ഇല്ലാതെ നല്ലൊരു പെർസെൻറ്റേജിലേക്ക് എത്താൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഡീറ്റെയിൽസ്. സോ ഈ പറയുന്ന ഫസ്റ്റ് ഷിഫ്റ്റ് വളരെ ഈസി ആയിരുന്നു. സെക്കൻഡ് ഷിഫ്റ്റ് എക്സാം കഴിഞ്ഞ് കുട്ടികൾ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇനിയുള്ള ബാക്കി ഡീറ്റെയിൽസ് നമ്മൾ വരുന്ന വീഡിയോകളിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അതോടൊപ്പം ഇന്ന് എക്സാം എഴുതിയ സ്റ്റുഡൻസ് എല്ലാം മോർണിംഗ് ഷിഫ്റ്റിലും സെക്കൻഡ് ഷിഫ്റ്റ് ആഫ്റ്റർനൂൺ ഷിഫ്റ്റിലും എക്സാം എഴുതിയ എല്ലാവരും എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ്, എക്സാമിന്റെ ഡിഫിക്കൽട്ടി ലെവൽ എങ്ങനെ ഉണ്ടായിരുന്നു, എല്ലാ ഭാഗത്തു നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. ഇനി എക്സാം എഴുതാൻ പോകുന്ന സ്റ്റുഡൻസിന് അത് യൂസ്ഫുൾ ആകും. ഈ വീഡിയോ ഇനി എക്സാം എഴുതുന്ന എല്ലാ സ്റ്റുഡൻസിനും ഷെയർ ചെയ്യുക. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.